نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم إنما يريد الشيطان أن يوقع بينكم العداوة والبغضاء في الخمر والميسر ويصدكم عن ذكر الله وعن الصلاة فهل أنتم منتهون നമ്മുടെ ഈമാനിന്റെ നമ്മുടെ വിശ്വാസത്തിന്റെ വഴിയിൽ നിന്ന് പിശാച് നമ്മളെ മാറ്റിക്കളയുന്ന തെറ്റിച്ച് കളയുന്ന ഓരോ രംഗവും ഓരോ കാര്യവും വളരെ ഗൗരവമായി തന്നെ നമ്മൾ കാണുകയും അത്തരം പിശാചിന്റെ വഴിതെറ്റിക്കലുകളിൽ നിന്ന് സുരക്ഷിതമാകാൻ നമുക്ക് മുമ്പിലുള്ള മാർഗങ്ങൾ എന്തൊക്കെയെന്ന് എപ്പോഴും ആലോചിക്കുകയും ചെയ്യേണ്ടവനാണ് വിശ്വാസി. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഇദയിലെ 90-91 ആയത്തുകളിലൂടെ പറയുന്നത്, 91ാമത്തെ ആയത്തിൽ പറയുന്നത് ഇന്നമാ യുരീദു ശൈത്വാനു അൻ യൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാ. ഇന്നമാ യുരീദു ശൈത്വാൻ, പിശാച് ഉദ്ദേശിക്കുന്നത് അൻ യൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാ, നിങ്ങൾക്കിടയിൽ ശത്രുതയും വിദ്വേഷവും പരസ്പരം കുശുമ്പും ആളുകൾ തമ്മിലുള്ള വിദ്വേഷം അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യം കാണിക്കുന്ന സാഹചര്യം ഉണ്ടാക്കാനാണ് പിശാച് ഉദ്ദേശിക്കുന്നത്. ഇതിനവൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഫിൽ ഖംർ മദ്യമാണ്, വൽ മൈസിർ പണം കൂടുതലായി കിട്ടാൻ വേണ്ടി വ്യത്യസ്ത രൂപങ്ങളിൽ കാലാകാലങ്ങളിൽ നടത്തുന്ന ചൂതാട്ടങ്ങളാണ്. വയസുദ്ദകും അൻ ദിക്രില്ലാഹ്, ഇതിലൂടെയൊക്കെ അവൻ ഉദ്ദേശിക്കുന്നത്, പിശാച് ഉദ്ദേശിക്കുന്നത് ദൈവത്തെ കുറിച്ചുള്ള അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണകളിൽ നിന്ന് നിങ്ങളെ തെറ്റിച്ചു കളയുക എന്നതാണ്. വഅനിസ്വലാ, നമസ്കാരത്തെ കുറിച്ച്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകളിൽ ഏറ്റവും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന നമസ്കാരത്തെ കുറിച്ച് നിങ്ങൾക്ക് ശ്രദ്ധയില്ലാതാക്കുക എന്നുള്ളതാണ്. ഫഹൽ അൻതും മുൻതഹുൻ, അതുകൊണ്ട് ഇത്തരം പിശാചിന്റെ കുതന്ത്രങ്ങളിൽ നിന്ന്, മദ്യത്തിൽ നിന്ന്, ചൂതാട്ടത്തിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുന്നില്ലയോ എന്ന് ഖുർആൻ ചോദിക്കാൻ. അതിന് തൊട്ട് മുമ്പിലുള്ള ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളായ മനുഷ്യരെ, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ, നിശ്ചയമായും മദ്യം, അതേപോലെ തന്നെ ചൂതാട്ടം,
വൽ അൻസാബ് പ്രതിഷ്ഠകൾ വെച്ച പ്രതിഷ്ഠകൾ ആരാധിക്കൽ, വൽ അസ്ലാം അതേപോലെ തന്നെ വിവിധ രൂപത്തിൽ ഭാഗ്യപരീക്ഷണങ്ങൾ നടത്തുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ, ഇവയെല്ലാം റിജ്സും മിൻ അമലി ശൈത്താൻ പിശാചിന്റെ മോശപ്പെട്ട പ്രവർത്തികളാണ്. ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ അതുകൊണ്ട് നിങ്ങൾ അതിൽ നിന്ന് വിട്ടുനിൽക്കണം, നിങ്ങൾ വിജയികളാകുന്നതിന് വേണ്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്, പള്ളിയിൽ മണലുള്ള പള്ളിയാണ്, ആ പള്ളിയിൽ ഒരാള് കല്ല്, ഒരു ചെറിയ പൊടി മണലിലുണ്ടാവുന്ന കല്ലുകൾ വെറുതെ തമാശക്ക് വെറുതെ നമ്മൾ നേരം പോകാൻ വേണ്ടിയിട്ട് ആ കല്ല് ഇങ്ങനെ മാറ്റി വെച്ചപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ജുമുഅ എന്ന് പറഞ്ഞാൽ അതീവ ഗൗരവത്തിൽ നമ്മൾ ഇരിക്കേണ്ട ഒരു ഇബാദത്താണ്. അത് ഒരു കാരണവശാൽ നിങ്ങളത് ഫഖദ് ലഗാ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചത്. നിങ്ങൾ എന്തെങ്കിലും ഒരു അശ്രദ്ധ കാണിച്ചാൽ അവന് ജുമുഅ നഷ്ടപ്പെട്ടു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ വളരെ സീരിയസ് ആയി നമ്മൾ ആ കാര്യം കാണും. പിശാചിന്റെ ഇത്തരം പ്രവർത്തനങ്ങൾ, രണ്ട് രൂപത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് നമ്മളെ ശരിയായ ജീവിത വീക്ഷണത്തിൽ നിന്ന് പിശാച് തെറ്റിച്ച് കളയുക. ഒന്ന്, വിവിധ തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളിലേക്ക് മനുഷ്യരെ ഓരോ കാലത്തും തെറ്റിച്ചുകൊണ്ടേയിരിക്കും. അതിലാണ് കൂടുതൽ സുഖം, അതിലാണ് കൂടുതൽ ഐശ്വര്യം, കൂടുതൽ അനുഭവങ്ങളും അനുഭൂതികളും. ഇത്തരം ലഹരി എന്ന് പറയുമ്പോൾ അതിൽ മദ്യം വരുന്നു, മയക്കുമരുന്നുകൾ വരുന്നു, സകലമാന രീതിയിലും മനുഷ്യനെ മയക്കിക്കടത്തുന്ന വസ്തുക്കളൊക്കെ അതിൽ വരും. അതുമാത്രമല്ല, അഡിക്ഷൻ ഉണ്ടാക്കുന്ന, മനുഷ്യനെ സീരിയസ് ആയ ഒരു കാര്യത്തിലേക്ക് പ്രേരിപ്പിക്കുന്നതിന് പകരം അവൻ എന്തെങ്കിലുമൊക്കെ തമാശകളിൽ തളച്ചിടുന്ന ഏതു കാര്യത്തെയും ഇസ്ലാമികമായ സാങ്കേതിക ഭാഷയിലാവട്ടെ, ആധുനിക ലോകത്തെ സൈക്കോളജിയുടെ ഭാഷയിലാവട്ടെ, അഡിക്ഷൻ എന്നാണ് പറയുക, ലഹരി എന്നാണ് പറയുക. ആ അർത്ഥത്തിൽ എല്ലാ ലഹരികളിൽ നിന്നും ഒരു റെസ്പെക്ട്ഫുൾ ഡിസ്റ്റൻസ് എന്നാണ് അതിന് പറയുന്നത്. ഒരു മാന്യമായ അകലം പാലിച്ചുകൊണ്ട് നിൽക്കേണ്ടവനാണ് സത്യവിശ്വാസി എന്നുള്ളത്. എല്ലാ ലഹരികളിൽ നിന്നും ചില ലഹരിയെ നമ്മൾ അതിനോട് അടുത്തു പോവാനേ പാടില്ല. അത് ഹറാം എന്ന് കംപ്ലീറ്റ്ലി നമുക്ക് വിലക്കപ്പെട്ട അതിൽപ്പെട്ടതാണ് മദ്യവും മയക്കുമരുന്നുകളൊക്കെ. മദ്യം ഉപയോഗിച്ച സമയത്ത്, മദ്യം നിരോധിച്ച സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് സ്വഹാബത്ത് വന്ന് ചോദിക്കുന്ന ചില കാര്യമുണ്ട്. അവര് ഈ മദ്യം സ്ഥിരമായി കുടിക്കാൻ ഉപയോഗിച്ചിരുന്ന പ്രത്യേകമായ രീതിയിലുള്ള പാത്രങ്ങൾ ഉണ്ടായിരുന്നു. പച്ചക്കറികൾ കൊണ്ടുള്ള പാത്രങ്ങളും അതിനകത്ത് ഉണ്ടായിരുന്നു. അത്തരം പാത്രങ്ങളിൽ കൂടുതൽ സമയം മദ്യം കേടുകൂടാതിരിക്കുകയും ആ പാത്രങ്ങളിലാണ് അവർ മദ്യങ്ങൾ ഉപയോഗിച്ചിരുന്നത്. അങ്ങനെയുള്ള പാത്രങ്ങളെ കുറിച്ച് ഹദീസുകളിൽ കാണാൻ സാധിക്കും. പിന്നീട് സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, ആ പാത്രങ്ങൾ ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളത്. ആ പാത്രങ്ങൾ ഞങ്ങളുടെ വീടുകളിലുണ്ട്, ആ പാത്രങ്ങൾ ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിനെപ്പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കണിശമായ രീതിയിലാണ്, നിങ്ങൾ അത്തരം എലമെന്റുകൾ നിങ്ങളെ വീണ്ടും മദ്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. പുതിയ കാലത്ത് നമ്മൾ ഈ ഡി അഡിക്ഷൻ ക്യാമ്പിലേക്കൊക്കെ ആളുകളെ കൊണ്ടുചെന്നാക്കി 3 മാസത്തെ ഒരു കോഴ്സ് കഴിഞ്ഞാൽ ആളുകൾ മദ്യത്തിൽ നിന്ന് മുക്തമാകും. പക്ഷെ അവരെ തിരിച്ച് വീട്ടിലേക്ക് വിടുമ്പോൾ ഒരു കൗൺസിലിംഗ് ക്ലാസ് ഉണ്ടാവും. അതിൽ കൂടെ കൊണ്ടുചെന്നാക്കുന്നവരോടോ രക്ഷിതാക്കളോടോ ബന്ധുക്കളോടോ നാട്ടുകാരോടോ സന്നദ്ധ പ്രവർത്തകരോടോ ഒക്കെ പറയും, ഇവർ മദ്യത്തിൽ നിന്ന് മുക്തരായി എന്നുള്ളത് മെഡിസിൻ ഉപയോഗിച്ച്, കൗൺസിലിംഗ് ക്ലാസ്സുകൾ ഉപയോഗിച്ച്, മതപരമായ ക്ലാസ്സുകൾ ഉപയോഗിച്ച് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെ ഡി അഡിക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഡി അഡിക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പിന്നീട് അവർ ജീവിക്കേണ്ട ഒരു സാഹചര്യമാണ് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള, ഏറ്റവും ഗൗരവതരമായിട്ടുള്ള, ഏറ്റവും നിർണായകമായിട്ടുള്ള സാഹചര്യം എന്ന് പറയുന്നത്. പിന്നെ അവൻ കൂടെ ഇരുന്ന് കുടിച്ചിരുന്ന ഒരാളുടെ കൂടെ ജോലി ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായാൽ അവൻ പിടിച്ചാൽ കിട്ടൂല, അവൻ വീണ്ടും അതിലേക്ക് തന്നെ പോകും. അല്ലെങ്കിൽ അത്തരം ആളുകളുടെ കൂടെ യാത്ര വീണ്ടും ചെയ്യേണ്ടി വരുന്ന സാഹചര്യത്തിലേക്ക് തന്നെ അവന് വിട്ടുകൊടുത്താൽ, അതേ കമ്പനികളിലേക്ക് തന്നെ വീണ്ടും അവന് വൈകുന്നേരം ചേർന്നിരിക്കുന്ന സാഹചര്യത്തിലേക്ക് അവനെ വിട്ടുകൊടുത്താൽ ഈ ഡി അഡിക്ഷൻ കൊണ്ട് ഒരു കാര്യം ഉണ്ടാവില്ല. വന്നതിനേക്കാൾ വേഗത്തിൽ അവൻ അതിലേക്ക് തന്നെ തിരിച്ചു പോവുകയും നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ ഇരട്ടി ആസക്തിയോടുകൂടി അവൻ മദ്യപാനിയായി മാറുന്നതും മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും. അവിടെയാണ് അത്തരം സാഹചര്യങ്ങളിൽ നിന്നെല്ലാം, അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്യം ഉപയോഗിക്കുക എന്ന് മാത്രമല്ല, മദ്യം വിളമ്പുന്ന സദസ്സുകളിൽ മുഅ്മിൻ ഇരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്.
അതുകൊണ്ടാണ് ഒരു ഹോട്ടൽ നോക്കുമ്പോൾ ബാർ അറ്റാച്ച്ഡ് എന്നാണെങ്കിൽ നമുക്കത് ഉപയോഗിക്കുന്നതിന് വലിയ പരിമിതികളുണ്ട്. നമ്മൾ അത്തരം ഒരു സാഹചര്യത്തിൽ അതല്ലാത്ത മറ്റു വഴികളൊന്നുമില്ലാത്തൊരു സാഹചര്യം യാത്രക്കാർക്കോ അല്ലെങ്കിൽ അത്തരം ഒരു നാടുകളിൽ ജീവിക്കുന്നോ അല്ലെങ്കിൽ അവിടെ ചെന്നിറങ്ങിയവർക്കോ ഉണ്ടായേക്കാം. ഞാൻ അതിനെ കുറിച്ചല്ല പറഞ്ഞത്. അത്തരം മസലകളെ കുറിച്ച് ഇസ്ലാമിക ഫിഖ്ഹിൽ അത്തരം സമയത്ത് നമ്മൾ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടതെന്ന് കൃത്യമായി ഉണ്ട്. എന്നാൽ സാധാരണഗതിയിൽ അങ്ങനെയുള്ള ഒരു മദ്യം വിളമ്പുന്ന സദസ്സിൽ നിന്ന് വിശ്വാസി എങ്ങനെയാണ് മാറി നിൽക്കേണ്ടത്? മാറി നിൽക്കുക തന്നെ വേണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാനുള്ള കാരണം, നമ്മൾ അതിന്റെ സാഹചര്യങ്ങളിലേക്ക് പോയാൽ വളരെ വേഗത്തിൽ നമ്മളെ വീഴ്ത്തിക്കളയുന്ന ഏതൊരു വ്യക്തിയും അത്തരം ഒരു ലഹരിയിലേക്ക് പോയേക്കാവുന്ന സാഹചര്യമാണ്. മാത്രമല്ല ഇത് നബി പറയുന്നത് മദ്യം വളരെ വലിയ നിലയിൽ വലിയ അളവിൽ കുടിക്കപ്പെട്ടുകയും അതൊരു സ്വാഭാവിക പ്രകൃതമാണെന്ന് വിചാരിക്കുകയും ചെയ്തിരുന്ന ഒരു സമൂഹത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ മാറ്റി നിർത്തിയതിനു ശേഷമാണ് അതൊക്കെ പറയുന്നത്. ഇന്ന് നമ്മൾ ജീവിക്കുന്നതോ മദ്യം ഒരു സ്വാഭാവികമായ കാര്യമാണെന്നും അത് ഉപയോഗിക്കാത്ത ഒരു ചുറ്റുപാടിൽ ജീവിക്കുന്ന ഒരു തലമുറ എന്ന് പറയുന്നത് അവർ എന്തൊക്കെയോ അത്തരം ആളുകൾ ഒരു അത്ഭുത ജീവികളായി മാറുകയും ചെയ്യുന്ന, അങ്ങനെ ചിത്രീകരിക്കപ്പെടുന്ന ഒരു തലമുറയിലാണ് നമ്മളും ജീവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ഗൗരവമായി പരിശുദ്ധമായ ഇസ്ലാമിന്റെ നിലപാടുകളിൽ ഞാൻ ഉറച്ചു നിൽക്കേണ്ടവനാണെന്ന ബോധ്യത്തോടു കൂടി നിന്നാൽ മാത്രമേ മദ്യത്തിന്റെ ചഷകങ്ങളിൽ നിന്ന് നമുക്ക് ഇന്നത്തെ കാലത്ത് മാറി നിൽക്കാനും അത്തരം ഒരു സാഹചര്യവും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് ഉറപ്പുവരുത്താനും സാധിക്കുള്ളൂ. രണ്ടാമത്തത് മയക്കുമരുന്നുകളാണ്. ഇതേപോലെ ലഹരിയായി ഇന്നത്തെ കാലത്ത് നമ്മളൊരു കാലത്ത് സിഗരറ്റുകളിൽ നിന്ന് സമൂഹം ഒരു സിവിലൈസ്ഡായി, സമൂഹം വിദ്യാഭ്യാസവും ഒരു ബോധമൊക്കെ ഉണ്ടായി ഇങ്ങനെ മാറിയപ്പോൾ നമ്മളിലേക്ക് വന്നു ചേർന്നിട്ടുള്ള, പുതിയ ലോകത്ത് വന്നു ചേർന്നിട്ടുള്ള മാരകമായ ലഹരിയാണ് മയക്കുമരുന്നുകൾ. നമുക്കറിയാം, അതിൽ കഞ്ചാവ് തൊട്ട് അങ്ങേയറ്റത്തെ നമ്മൾക്കൊന്നും ഒരിക്കലും ആർക്കും ഉപയോഗിക്കുന്നത് പോലും കാണാൻ സാധിക്കല്ല, മീൻസ് ഉപയോഗിക്കുന്നത് പോലും മനസ്സിലാക്കാൻ സാധിക്കാത്ത, ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഒരാളെ തിരിച്ചറിയാൻ സാധിക്കാത്ത, വളരെ മാന്യമായി ഡീസൻ്റായി ആളുകൾക്ക് ഇടപെടുകയും എന്നാൽ ഇത്തരം മയക്കുമരുന്നുകൾ ഉപയോഗിക്കുകയും ചെയ്യുന്ന ആളുകളും പെൺകുട്ടികളും ആൺകുട്ടികളും ക്യാമ്പസിലുള്ള ആളുകളും കുട്ടികളും മുതിർന്നവരും ഒക്കെ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവബോധം എന്നുള്ള, അള്ളാഹു എനിക്കിത് നിഷിദ്ധമാക്കിയതാണ്, ഞാൻ എൻ്റെ ജീവിതത്തെ പോസിറ്റീവായി കാണേണ്ടത്, ഇതൊക്കെ ആളുകൾ വെറുതെ പൈസ ചെലവാക്കാൻ, പൈസ അങ്ങനെ തോനുണ്ടായിട്ട് ആൾക്കാർ ഇത് എങ്ങനെങ്കിലും ചെലവാക്കണം എന്ന് വിചാരിച്ച് ഉപയോഗിക്കുന്നതല്ലല്ലോ. ജീവിതത്തിൽ ടെൻഷൻ വരുമ്പോൾ, ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാവുമ്പോൾ, ജീവിതത്തിൽ മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ടാവും. മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുമ്പോഴല്ല ഉണ്ടാവാം. ചിലപ്പം വിവാഹ ജീവിതം തകരും. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷിച്ച ജീവിത രൂപത്തിലാവില്ല. ചിലപ്പം കുട്ടികൾ ഉണ്ടാവുക എന്നുള്ളൊരു സാഹചര്യം ഇല്ലാതെ പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. ചിലപ്പോൾ മക്കൾ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് നമ്മൾക്ക് വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്ന സാഹചര്യങ്ങളായി വന്നേക്കാം. ചിലപ്പോൾ തൊഴിൽ നഷ്ടപ്പെട്ട് ജീവിതത്തിൽ വലിയ നിലക്ക് മുന്നോട്ട് പോകുന്നതിനടുക്കായിരിക്കും തൊഴിൽ നഷ്ടപ്പെട്ട് പൂജ്യത്തിലേക്ക് വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവും. ഇങ്ങനെ മനുഷ്യർ അവരാഗ്രഹിക്കാത്ത, അവർ പ്രതീക്ഷിക്കാത്ത, അവർ ജീവിതത്തിൽ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്ത ജീവിതത്തിന്റെ വലിയ കുഴികളിലേക്ക് ചാടുമ്പോഴാണ് പല ആളുകളും പലപ്പോഴും ഇത്തരം മാരകമായ ലഹരിയുടെ ഒരു മയക്കത്തിലേക്ക്, ജീവിതത്തിന്റെ ഈ കെടുതികളൊക്കെ ഒന്ന് മറന്നു കിട്ടിയെങ്കിലെന്ന് ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് പല വഴിക്കും പോകാറുള്ളത്. പിന്നെ പോകുന്നത് ഈ കൗമാരപ്രായത്തിലെ കുട്ടികൾ, ഇവർ ജീവിതത്തെ കുറിച്ച് ബോധമില്ലാതെ പോവുകയാണ്. അവർ കമ്പനി കൂടി അവരുടെ ചുറ്റുപാടുകളിൽ നിന്ന് ഇതൊക്കെയാണ് ഒരു ഹീറോയിസം എന്നുള്ളത് എല്ലാ കാലത്തും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വാഭാവികമാണ്. നമ്മൾ നല്ലൊരു ഡ്രസ്സ് ഇടുന്നത് ആളുകളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം എന്ന് വിചാരിച്ചിട്ടാണ്. പെൺകുട്ടികൾ മേക്കപ്പ് ഇടുന്നത് ആളുകൾ അവരെ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് വിചാരിച്ചു. നമ്മൾ സ്വാഭാവികമായ മനുഷ്യന്റെ ഉള്ളിലുള്ള ഒരു പ്രൊജക്റ്റഡ് സെൽഫ് എന്നാണ് അതിനെ സൈക്കോളജിയിൽ പറയുന്നത്. മനുഷ്യൻ പ്രൊജക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന, നമ്മളെ പ്രതിനിധാനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സ്വാഭാവികമായ മനസ്സ് നമ്മൾക്കുണ്ട്. പക്ഷെ ആ മനസ്സിനെയാണ് നമ്മൾ തിരുത്തേണ്ടത് എന്നുള്ളതാണ്. അത് ആളുകൾക്ക് എങ്ങനെയാണ് കിട്ടുക? അത് ദീനിയായ ഉപദേശങ്ങളിലൂടെ,
അതേപോലെ തന്നെ മനുഷ്യന്റെ സൈക്കോളജി മനസ്സിലാക്കിയ ഉപദേശങ്ങളിലൂടെ, എനിക്ക് കൗൺസിലിംഗ് അല്ലെങ്കിൽ അധ്യാപകരിലൂടെ അല്ലെങ്കിൽ നല്ല സതുപദേശങ്ങളിലൂടെ മാതാപിതാക്കൾ വലിയ റോൾ ഇതിലുണ്ട്. ഇങ്ങനെ നമ്മളുടെ വീട്ടിലെ ജീവിതത്തിന്റെ ഒരു പരിസരത്തിലൂടെ ഇസ്ലാമിക ആശയങ്ങളിലൂടെ ഇവിടെ നിന്നൊക്കെയാണ് മനുഷ്യനെ അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇത് കിട്ടേണ്ടത്. ഇവിടെ പിടിച്ചു നിൽക്കുക എന്നുള്ളത് ഇന്നത്തെ തലമുറയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ജിഹാദാണ്. ഒരു സംശയമില്ല. വലിയ വലിയ കോളേജുകളിൽ പഠിക്കുന്ന, പുറത്തു പഠിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിന്റെ പുറത്ത് പഠിക്കുന്ന കുട്ടികളൊക്കെ സംബന്ധിച്ചിടത്തോളം നമുക്കത് ഒരു 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 ദീനിയായ പശ്ചാത്തലത്തിൽ ഇങ്ങനെ ജീവിച്ച് ഒരിക്കലും ഒരു മദ്യത്തിന്റെ അടുത്തേക്ക് അടുക്കാത്ത, ഒരിക്കലും മയക്കുമരുന്ന് കണ്ണുകൊണ്ട് കാണുപോലും ചെയ്യാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസിയാണ്. പക്ഷെ ഇതിനിടയിലൂടെയൊക്കെ ജീവിക്കുന്ന, ഇതിനിടയിൽ ഇങ്ങനെ ദിവസവും കള്ളുകുപ്പികൾ അടുക്കി വെച്ച് അലങ്കാരമാക്കി വെച്ചിട്ടുള്ള ഹോസ്റ്റൽ മുറികളിൽ താമസിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവിടുന്ന് പോരാൻ പറ്റൂല. ഞാൻ ഇവിടെ കിടക്കണില്ല എന്ന് പറയാൻ പറ്റൂല. അങ്ങനെ ജീവിക്കേണ്ടി വരുന്ന, നിർബന്ധിതമായി ഇത്തരം ജീവിത സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന ആളുകൾക്ക് പിടിച്ചു നിൽക്കാൻ വലിയ ഈമാനിന്റെ കരുത്ത് വേണ്ടി വരും. അവർക്ക് നിരന്തരമായ ഉപദേശങ്ങൾ വേണ്ടി വരും. അവർ നിരന്തരം ഏതെങ്കിലുമൊക്കെ ഒരു ദീനി കണക്ഷനുമായി കണക്ട് ചെയ്യപ്പെടേണ്ടി വരും. അവർ പാളിപ്പോകുന്ന, തെറ്റിപ്പോകുന്ന, മാറിപ്പോകുന്ന ഓരോ സന്ദർഭത്തിൽ അവരെ പിടിച്ചു വെക്കാനുള്ള ഒരുപാട് ഉപദേശങ്ങൾ അവർക്ക് ആവശ്യമായി വരും. അത്തരം സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന ആളുകൾ നമ്മൾ ശരിക്കും അവർ ചെയ്യുന്നത് ഒരു ജിഹാദാണ് എന്ന ബോധ്യത്തോടു കൂടി തന്നെ അത്തരം ആളുകളെ അത്തരം കുട്ടികളെ നമ്മൾ പരിഗണിക്കണം. അവർക്ക് ആവശ്യമായ നിരന്തരം ക്ലാസ്സുകൾ, നിരന്തര ഉപദേശങ്ങൾ, ഓരോ സമയത്തും തെറ്റിപ്പോകാതെ നിൽക്കാനുള്ള പിടിച്ചു നിർത്തലുകൾ, ഇതെല്ലാം നൽകിയാൽ മാത്രമേ പുതിയ കാലത്തെ തലമുറയെ നമുക്ക് ദീനിയായ രംഗത്ത് ഉറപ്പിച്ചു നിർത്താൻ സാധിക്കുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഏതു സമയത്തും മാറിപ്പോകുന്ന, ഏതു സമയത്ത് തെറ്റിപ്പോകാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതേപോലെ തന്നെ ഇതിന്റെ കൂടെ ചേർത്ത് വായിക്കേണ്ട, ഞാൻ ലഹരി എന്ന് മൊത്തത്തിൽ പറയുമ്പോൾ ചേർത്ത് വായിക്കേണ്ട കാര്യം, നമ്മളെ ദീനിന്റെ, സത്യത്തിന്റെ, ജീവിത യാഥാർത്ഥ്യത്തിന്റെ വഴിയിൽ നിന്ന് തെറ്റിച്ചു കളയുന്ന ഏതിനെയും നമ്മൾ അഡിക്ഷൻ ആയിട്ടാണ്, ലഹരി ആയിട്ടാണ് കാണേണ്ടത്. എല്ലാത്തിനോടും ഞാൻ പറഞ്ഞ റെസ്പെക്ട്ഫുൾ ഡിറ്റാച്ച്മെന്റ് നമുക്ക് ഉണ്ടാവണം. എല്ലാത്തിനോടും എല്ലാത്തിലും എന്നൊരു പദം ഖുർആനിൽ ധാരാളമായി, വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിക്രമങ്ങളിൽ ഇങ്ങനെ കെടുന്ന് മെഴുകുന്നവർ എന്നാണ് അതിന്റെ യഥാർത്ഥത്തിലുള്ള പദം. എല്ലാ തിന്മകളിലും ഇങ്ങനെ മെഴുകി അതിൽ കുളിച്ച് കിടക്കുന്ന, ചളി പുരണ്ട് കിടക്കുന്ന ആളുകളായി മാറേണ്ടവനല്ല വിശ്വാസി. മറിച്ച് എല്ലാത്തിനെയും തിന്മയാണെന്ന് പറഞ്ഞ് മാറ്റി. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ അടുത്ത ആഴ്ച മുതൽ ഫുട്ബോൾ ലോകകപ്പ് വരാനിരിക്കുകയാണ്. നമ്മളുടെയൊക്കെ നാടുകളിൽ കാണുന്ന ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു ഫുട്ബോൾ കാണണ്ട എന്നോ അതിൽ കുറച്ചൊക്കെ ആവേശഭരിതരാവണ്ട എന്നൊന്നും പറയുന്ന ഒരാളല്ല ഞാൻ. മറിച്ച് അതിനു വേണ്ടി കാണിക്കുന്ന തോന്നിവാസങ്ങൾ എന്ന് പറയുന്നത്, ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. വർഷങ്ങൾക്ക് മുമ്പ് മലയാള മനോരമ എന്ന് പറയുന്ന പത്രം മലപ്പുറത്ത് ഒരു ഫസ്റ്റ് പേജ് പ്രസിദ്ധീകരിച്ചത് ഇന്നിപ്പോ അതിന്റെ എത്രയോ ഇരട്ടിയായി ഇതിന്റെ ആവേശം. ലോകകപ്പ് ഇതേപോലെ ഒരു ലോകകപ്പ് വരുന്ന ഒരു ജൂൺ മാസത്തിൽ മലപ്പുറത്തെ കുട്ടികൾ വലിയ ഫ്ലെക്സ് ബോർഡ് വെക്കുന്ന ചിത്രമാണ്. ഇതേ പത്രത്തിന്റെ കോട്ടയം ജില്ലയിലെ എഡിഷനിൽ അവർ അതേ പേജിൽ, ഫസ്റ്റ് പേജിൽ കൊടുക്കുന്നത് അവിടെ പുതുതായി ആരംഭിക്കുന്ന IAS കോച്ചിങ് സെന്ററിലേക്ക് പുതിയ അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള പരസ്യമാണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. 2 തലമുറ എങ്ങനെയാണ് ഡയറക്റ്റ് ചെയ്യണത് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ നമ്മൾ ആവേശത്തിന്റെ കുട്ടിമുടിയിലേക്ക് കയറ്റി നിർത്തിയിട്ട് നിങ്ങൾ കളിച്ചോളട അല്ലെങ്കിൽ നിങ്ങൾ വെച്ചോളി ഫ്ലക്സ് എന്ന് പറയുന്ന ആളുകൾ അപ്പുറത്തു ചെയ്യുന്ന പണിയാണിത്. ഇത് ബോധപൂർവമാണ്, അല്ലാതെ വെറുതെ അല്ല. ഇത്തരം ബോധപൂർവമായ കെണികളിൽ അവർ അവിടെ 500 മീറ്റർ ബോർഡ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് നമ്മളെ സാധാരണക്കാരായ ആളുകളെ നമ്മൾ പുളിച്ചിയിൽ കയറ്റുക എന്ന് പറയുന്നത് പോലെ അവര് ഇങ്ങനെ കയറ്റി നിർത്തുകയും എന്നിട്ട് അവർക്ക് ആവശ്യമുള്ള പണികളെല്ലോ മീഡിയകൾ ഇവിടെ എടുക്കുന്നുണ്ട്. അത് തിരിച്ചറിയാനുള്ള ഒരു ബോധം നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. ഒരു ഫുട്ബോളിനെയോ ഒരു ഫുട്ബോൾ മേളയെയോ കാണുക അല്ലെങ്കിൽ അത് ഉപയോഗിക്കുക, അത് അനുഭവിക്കുക, ആസ്വദിക്കുക എന്നുള്ളതൊന്നുമല്ല നമ്മൾ പറഞ്ഞത്.
പക്ഷെ അതൊരു ലഹരിയായി മാറി. അതിൻ്റെ പേരിൽ ശണ്ടകൾ കൂടി. ഏതോ രാജ്യങ്ങൾക്കും അതിൻ്റെ പേരിലുള്ള ആളുകൾക്കും വേണ്ടി അടിയുണ്ടാക്കി. അതിൻ്റെ പേരിൽ കോടിക്കണക്കിനോ ലക്ഷക്കണക്കിനുള്ള രൂപകളുടെ ഹോർഡിങ്സുകളാണ് ഉയരുന്നത്. ഇതൊക്കെ ശരിയാണോ എന്നാലും ഇതൊക്കെയാണ് ആവേശം എന്ന് വിചാരിച്ച്, ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വിചാരിച്ച് നടക്കുന്ന ഒരു തലമുറയായി നമ്മൾ മാറാതെ അതിലൊരു റെസ്പെക്ട്ഫുൾ ഡിറ്റാച്ച്മെന്റ്, അതിനോട് നമ്മൾ മാന്യമായൊരു അകലം പാലിക്കുകയും എന്നാൽ നമ്മൾ അതിലെ വിനോദത്തിന്റെ ഉപാധികളെ ഉപയോഗിക്കുന്നതിന് തടസ്സമുണ്ട് എന്ന് മതപരമായി നമുക്ക് പറയാൻ കഴിയില്ല. അത്തരം ഇപ്പൊ നമ്മളത് മലയാളിയായ ഖത്തറിൽ ഉള്ള ഒരു കുട്ടി തന്നെ, തഹ്സിൻ എന്ന പേരുള്ള ഒരു കുട്ടി തന്നെ അത്തരം ഒരു ഫുട്ബോൾ മാമാങ്കത്തിന് ലോകമറിയുന്ന ഒരു ടീമിലേക്ക് ഉയരാൻ സാധിച്ചു എന്നുള്ളത് ആ മാതാപിതാക്കളും അവർ ആ കുട്ടിയുടെ ഒരു കഴിവിനെ അപ്സ്കിൽ ചെയ്ത് ആ കുട്ടിയെ അതിലേക്ക് എത്തിച്ചത് അത് അപ്രീഷിയേറ്റബിൾ ആയ, അത് അങ്ങേയറ്റം പ്രോത്സാഹനജനകമായ കാര്യവുമാണ്. അതേ സമയത്ത് അതിൻ്റെ പേരിൽ കുറേ നമ്മളുടെ യഥാർത്ഥമായ കാര്യങ്ങൾ, ഇസ്ലാമിന്റെ അടിസ്ഥാനം അതാണ്. ഒരു വിഷയം നിങ്ങളെ ഇസ്ലാമികമായി നിർവഹിക്കേണ്ട, കുടുംബപരമായി നിർവഹിക്കേണ്ട, ജീവിതത്തിൽ നിർവഹിക്കേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ നിന്ന് നിങ്ങളെ അശ്രദ്ധയിലേക്ക് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ആ കാര്യം ഹറാം എന്നതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. മനസ്സിലായോ? ബാങ്ക് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അത് നിർത്തിവെച്ച് പോരണം തോന്നാത്ത ഒരു കാര്യത്തിലാണ് നിങ്ങൾ ഉള്ളതെങ്കിൽ, അത് ഭക്ഷണം കഴിക്കുന്ന കാര്യമാണെങ്കിൽ പോലും നിങ്ങൾ ആ ചെയ്യുന്നത് തെറ്റാണെന്നുള്ളതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അപ്പൊ അതാണ് അതിലെ അടിസ്ഥാനപരമായ കാര്യം എന്നുകൂടി മനസ്സിലാക്കി ഇത്തരം ഓൺലൈൻ ഗെയിമുകളാവട്ടെ, സോഷ്യൽ മീഡിയ ഉപയോഗമാവട്ടെ, ഇത്തരം ഗെയിം അഡിക്ഷനുകളാവട്ടെ, ഇത്തരം ലൈംഗിക ആസക്തിയുള്ള കാര്യങ്ങളുടെ അഡിക്ഷനുകളാവട്ടെ, മദ്യവും മയക്കുമരുന്നുകളുടെയും അഡിക്ഷൻ ആവട്ടെ, ഇന്ന് ഗവൺമെന്റ് തന്നെ വലിയൊരു മയക്കുമരുന്നിൻ്റെ ഒരു വേട്ട നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ ഒരു പൊതു ആശയമുള്ള കാര്യമായിരിക്കും ഇത്തരം കാര്യങ്ങളൊക്കെ നാട്ടിൽ നിൽക്കണം എന്നുള്ളത്. എന്നാൽ ഇതൊന്നും എക്സ്പോസ്ഡ് ആവാതെ ഇതിനൊക്കെ വളരെ സ്വകാര്യമായി ഇത്തരം കാര്യങ്ങളൊക്കെ വിൽക്കുകയും വാങ്ങുകയും അതിന് സംവിധാനം ചെയ്യുകയും ചെയ്യുന്ന എല്ലാ നാട്ടിലും ചെറിയ ചെറിയ പെട്ടിക്കടകൾ ഉണ്ടാകും, ഓവുചാലുകൾ സംവിധാനങ്ങൾ ഉണ്ടാകും. എല്ലാവർക്കും അറിയാം അവിടെ അത് നടക്കേണ്ടത്. എന്നാൽ ആരും അറിയാത്തമാര് എല്ലാവരും ഇങ്ങനെ മാന്യന്മാരായിട്ട് അതിൻ്റെ അടുത്ത് കൂടി പോകും. അത്തരം ആളുകളെ മുഴുവൻ ഗവൺമെന്റ് സംവിധാനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കാനുള്ള അത്തരം സംവിധാനങ്ങൾ മുഴുവൻ ഇതിന്റെ പിന്നിലൊക്കെ ഈ പെട്ടിക്കടയിൽ ഈ കടലമുട്ടായി വിറ്റ് നിൽക്കുന്ന ആളാവൂല ഇതിന്റെ മുതലാളി എന്ന് പറയുന്നത്. നാട്ടിൽ വളരെ മാന്യമായി നടക്കുന്ന ആളുകളായിരിക്കും. അത്തരം ആളുകളെ പുറത്തു കൊണ്ടുവരാനുള്ള ഒരു അവസരം കൂടിയാണ് സർക്കാർ ഇത്തരം സംവിധാനങ്ങളായിട്ടൊക്കെ പോകുമ്പോൾ. എല്ലാം കൂടിയാണ്ട് നന്നാവുന്നൊന്നും നമ്മൾക്ക് അഭിപ്രായമൊന്നുമില്ല. പക്ഷെ കുറേ ആളുകൾ എക്സ്പോസ്ഡ് ആവും. അങ്ങനെ ആളുകൾക്ക് മുമ്പിൽ ഒരു തെറ്റുകാരനായി നിൽക്കേണ്ടി വരുമ്പോൾ ഇത്തരം ആളുകൾ ഇതിൽ നിന്നൊക്കെ പുറകോട്ട് പോകും. അതൊക്കെ ഒരു ജനാധിപത്യ ഗവൺമെന്റിൽ നടക്കുള്ളൂ. അത്തരം കാര്യങ്ങൾക്ക് കൂടി നമ്മളെല്ലാവരും സഹകരിക്കുകയും നമ്മളെല്ലാവരും അത്തരം കാര്യങ്ങളുടെ മുന്നിൽ നിന്ന് സന്നദ്ധ പ്രവർത്തനങ്ങളുടെ രംഗത്തൊക്കെ നിൽക്കുന്ന ആളുകൾ ഈ തിന്മകൾ ഇല്ലാതാക്കാൻ മുന്നിൽ നിൽക്കുക എന്നുള്ളത് വലിയ ജിഹാദായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൽ തൗഹീദ് പറയാന്നുള്ളത് മാത്രമല്ല, എല്ലാ തിന്മകളെയും ഇല്ലാതാക്കാനുള്ള കാര്യങ്ങൾ മുന്നിൽ നിൽക്കുക എന്നുള്ളതാണ്. അക്രമിയുടെ കൈ പിടിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അത്തരം ശ്രമങ്ങൾ കൂടി നമ്മൾ ഓരോരുത്തരും തയ്യാറാകണമെന്ന് കൂടി അള്ളാഹുവിന്റെ ദീനുൽ ഇസ്ലാമിന്റെ പേരിൽ ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിന്റെ വിധികളും വിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ യഥാർത്ഥ മുത്തഖികളിൽ, മുഅ്മിനുകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, സത്യവിശ്വാസികൾ എന്ന നിലക്ക്